മലയാളത്തിലെ മഹാനടനായ, മലയാളത്തിൻ്റെ എന്ന് മാത്രം പറയേണ്ട, ഇന്ത്യൻ സിനിമയിലെ ഒരു മഹാനടനായ ശ്രീ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു പുതിയ ചിത്രം റിലീസ് ചെയ്തു. ഇപ്പോൾ L2 എമ്പുരാൻ എന്നാണ് അതിൻ്റെ പേര്. ശ്രീ പൃഥ്വിരാജ് സുകുമാരനാണ് അതിൻ്റെ ഡയറക്ടർ. അപ്പോൾ ഇപ്പോൾ ഈ സിനിമ ഇത് റിലീസ് ചെയ്തപ്പോൾ വളരെ വളരെ വലിയ പേരോടുകൂടിയാണ്. നേരത്തെ ഒരു വലിയ കളക്ഷനും ഒക്കെ അതിന് നടന്നു. പ്രീ ബുക്കിംഗ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ബുക്ക് ചെയ്തു ആ സിനിമ. ആ രീതിയിൽ അതിൻ്റെ പ്രദർശനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ സിനിമയിൽ ഹിന്ദു വിരുദ്ധ പരാമർശങ്ങളുണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രചരണം ഇപ്പോൾ കൊടുമ്പിരിക്കൊള്ളുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ മാത്രമല്ല അതിനകത്ത് പറയുന്നത്, അതിനകത്ത് ഒരു ഗോത്ര കലാപം കാണിക്കുന്നുണ്ട്. ആ ഗോത്ര കലാപത്തിൻ്റെ ഒരു ഭാഗം മാത്രം കാണിച്ചെന്നും അതിൽ മുസ്ലിങ്ങളെ കൊലപ്പെടുത്തുന്നത് മാത്രമാണ് കാണിച്ചതെന്നും ഹിന്ദുക്കൾ കൊല്ലപ്പെട്ട കാര്യങ്ങളൊന്നും അതിൽ കാണിച്ചില്ല എന്ന് ഉള്ളതാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഇത് ഇപ്പോൾ ഇതിനോടെ കൂട്ടി വായിക്കുന്ന ഒരു സംഭവം നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഡിസൈഡ് ചെയ്ത ഒരു കേസിലുണ്ട്. അതായത് അവിടെ ഗുജറാത്തിലെ രാജ്യസഭാ MP ആയ, കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP ആയ ഇമ്രാൻ പ്രഗാധി എന്ന് പറയുന്ന ഇമ്രാൻ പ്രതാപ് ഗഡി, അദ്ദേഹത്തിൻ്റെ ഒരു കവിത വലിയ പ്രശ്നം ഉണ്ടാക്കി, വലിയ കോളിളക്കം ഉണ്ടാക്കി. അത് കവിത എന്ന് പറഞ്ഞ ഒരു കോളിളക്കം ഒന്നും ഉണ്ടാകുന്ന കവിതയൊന്നും അല്ല കേട്ടോ. ആ കവിത ഞാൻ ഇവിടുന്ന് വായിച്ച് കേൾപ്പിക്കാം. ആ കവിത കേട്ടാൽ എന്ത് കോളിളക്കം ഉണ്ടാവും, അത് മതസ്പർദ്ധ ഉണ്ടാവും എന്നുള്ളതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്, അതിൻ്റെ ക്യാപ്ഷൻ രക്തദാഹികളെ കേൾക്കൂ, ഇതാണ് അതിൻ്റെ വിവർത്തനമാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിനായുള്ള പോരാട്ടം ശരിയെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ അത് നിറവേറ്റും. കണ്ണുനീർ പോലുള്ള മെഴുകുതിരി ജ്വാല എങ്ങും പ്രഭ പരത്തും. നിങ്ങളുടെ സിംഹാസനത്തിന് ഞങ്ങളുടെ മൃതദേഹങ്ങൾ ഭീഷണിയെങ്കിൽ എത്ര വേണമെങ്കിലും സന്തോഷത്തോടെ സംസ്കരിക്കും ഞങ്ങൾ. രക്തദാഹികളെ കേൾക്കും. ഇതാണ് ഈ കവിത. ഈ കവിത സോഷ്യൽ മീഡിയയിലൊക്കെ പങ്കുവെച്ചപ്പോൾ അത് വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് ഗുജറാത്ത് പോലീസ് അങ്ങ് കേസെടുത്തു. എളുപ്പമുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും അത് കമ്മ്യൂണൽ ഹേറ്റർ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാം. അങ്ങനെ BNS, അതായത് ഭാരതീയ ന്യായ സംഹിതയുടെ 196 വകുപ്പ് അനുസരിച്ചാണ് ഇതിൽ കേസെടുത്തത്. അപ്പോൾ അത് ചലഞ്ച് ചെയ്തു, ഹൈക്കോടതി കൊടുത്തു. ഹൈക്കോടതി അതങ്ങ് തള്ളി, അത് കോശ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തത്. കാരണം വലിയ കുഴപ്പമാണെന്നാണ് ഹൈക്കോടതിയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിസ് ഓഖയും അതുപോലെ തന്നെ ജസ്റ്റിസ് ഹുയാനും അടങ്ങുന്ന ബെഞ്ച് അവരിതെടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ വിവർത്തനമൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഒന്നും കാണുന്നില്ല, ഇതിനകത്ത് കമ്മ്യൂണൽ ഹേറ്റഡ് വരുന്ന ഒന്നും കാണുന്നില്ല. യഥാർത്ഥത്തിൽ നല്ല കാര്യങ്ങൾ അതിൽ പറഞ്ഞേക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ നോൺ വയലൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് ഏതാണ്ട് തുല്യമായിട്ടുള്ള പ്രിൻസിപ്പിളേ ഇതിൽ പറഞ്ഞു കാണുന്നുള്ളൂ. അത് കമ്മ്യൂണൽ ഹേറ്റഡ് അല്ല. യഥാർത്ഥത്തിൽ അത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശമാണ് ആ കവിതയിൽ നിന്ന് കൊടുക്കുന്നതെന്നും അനാവശ്യമായാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും സുപ്രീം കോടതി കണ്ടു. അതുപോലെ ഗുജറാത്ത് ഹൈക്കോടതിയും നിശിതമായി അതിൽ വിമർശിച്ചു. ആ ജഡ്ജ്മെൻറ്റിൽ ജസ്റ്റിസ് ഓഖയാണ് ജഡ്ജ്മെൻ്റ് എഴുതിയത്. ജസ്റ്റിസ് ഹുയാൻ്റെ ഇൻപുട്സ് അതിനകത്ത് ധാരാളമുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വന്നു. അപ്പോൾ അതിനകത്ത് സുപ്രീം കോടതി കണ്ടത്, ഞാൻ ഈ എമ്പുരാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യം അതാണ്. സുപ്രീം കോടതി പറഞ്ഞത്, കവിത, നാടകം, സിനിമ, ഹാസ്യരംഗങ്ങൾ തുടങ്ങിയ ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ല ജീവിതം ഉണ്ടാകുന്നത് നമുക്ക്. അതായത് അതാണ് ഒരു അന്തസ്സുറ്റ ജീവിതത്തിന് വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു ശരിയായ ജീവിതം ഉണ്ടാകുന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പണ്ട് ഈ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്ന 2 സിനിമകൾ ഇറങ്ങിയപ്പോൾ, അതായത് അത് ഏതാണ്ട് മുസ്ലിംസിനെ താറടിച്ച് കാണിക്കുന്ന സിനിമകളാണ് എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് വലിയ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ സിനിമകൾ 2 കണ്ടിട്ടില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അത് കാണാൻ തോന്നിയില്ല. കാരണം ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ സിനിമ കാണുക എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കത് കാണാൻ, ഇത്രയും ബഹളവും കോലാഹലം ഉണ്ടായതോടുകൂടി ഞാൻ അങ്ങനെയുള്ള സാധനം ഞാൻ കാണത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും OTT അവൈലബിൾ ആണ്, പക്ഷേ ഞാനത് കാണാറില്ല, കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ എനിക്ക് പറയാൻ പാടില്ല. അന്ന് ഇതിനെ സംബന്ധിച്ച് വിമർശനം കോൺഗ്രസ് ഉൾപ്പെടെ ഉന്നയിച്ചപ്പോൾ, ഇലക്ഷൻ്റെ കാലത്താണ്, തൊട്ട് മുമ്പ് തട്ടിക്കൂട്ടിയെടുത്ത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചതാണ്. കാരണം
അത് വോട്ട് വോട്ടിലേക്കുള്ള വോട്ട് ബാങ്ക് നോക്കിയുള്ള ഒരു കാഴ്ചയാണ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഒക്കെ ഇതിനെ വിമർശിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ BJPയുടെ നേതാക്കൾ, നമ്മുടെ ഇവിടുത്തെ അന്നത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് എന്താണെന്നറിയോ? സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്ന് പറഞ്ഞു. ഞാനും അതേ പറയുന്നുള്ളൂ. സിനിമയായിട്ട് കണ്ടാൽ പോരെ. ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്നത് ആരും മുസ്ലിങ്ങളാരും നിർമ്മിച്ച സിനിമയല്ലല്ലോ. ശ്രീ മോഹൻലാൽ അദ്ദേഹമുണ്ട് അതിനകത്ത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ്റെ മകനാണ്. പൃഥ്വിരാജ് സുകുമാരനൊന്നും ആ രീതിയിലുള്ള കാഴ്ചപ്പാടുകളോ രാഷ്ട്രീയമോ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതുപോലെ തന്നെ ശ്രീ മുരളി, അതായത് ശ്രീ ഗോപി, വളരെ പ്രശസ്തനായ നടൻ, അനശ്വരനായ നടൻ എന്ന് നമുക്ക് പറയാവുന്ന ഗോപിയുടെ മകൻ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നല്ലൊരു എഴുത്തുകാരനാണ്, സ്ക്രീൻ റൈറ്ററാണ്, അദ്ദേഹം എഴുതി. അപ്പം ചരിത്രം എന്ന് പറയുന്നത് അവരെഴുതുമ്പോൾ അത് അവരുടെ കാഴ്ചപ്പാടിലൂടെ എഴുതുന്നതാണ്. അത് സിനിമയ്ക്ക് വേണ്ടി എഴുതുന്നതാണ്. അത് കണ്ടാൽ പോരെ, അങ്ങനെ കണ്ടാൽ പോരെ. അല്ലാതെ അത് ആരെയും ഉപദ്രവിക്കാനോ ശല്യപ്പെടുത്താനൊന്നും അല്ലല്ലോ. പക്ഷെ അതിനകത്ത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോൾ BJPയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്താണെന്നറിയോ? BJPയുടെ കോർ കമ്മിറ്റി കൂടി ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ. ഇതൊരു കലാരൂപമായിട്ട് കണ്ടാൽ പോരെ. ഇത് സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഈ സിനിമ പോലുള്ള ഈ മാധ്യമങ്ങളൊക്കെ, അതായത് കവിത, നാടകം, സിനിമ, ഹാസ്യരംഗങ്ങൾ, അതുപോലുള്ള ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, സാംസ്കാരിക ജീവിതത്തിന് ആവശ്യമുള്ള ഒരു കാര്യങ്ങളായിട്ട് കണ്ടാൽ പോരെ. അത് കാണുമ്പോൾ അതിലെന്തിനാണ് ബാക്കി ഓരോന്നിനെക്കുറിച്ച് സിനിമയായിട്ട് കാണണം എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഇത് മാറ്റി പറയുന്നത്? എനിക്കിതിനകത്ത് ഡിസ്റ്റർബ്ഡായിട്ട് തോന്നിയ ഒരു കാര്യമുള്ളത് എന്താണെന്നറിയോ? അത് കണ്ടത് BJPയുടെ കോർ കമ്മിറ്റി ഇതിനെ സംബന്ധിച്ച് ചേർന്നു. അതിനു മുമ്പ് തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഇപ്പോഴത്തെ BJP സംസ്ഥാന പ്രസിഡന്റ്, ആദ്യം തന്നെ ഒരു പ്രസ്താവന നടത്തി. അതായത് മോഹൻലാലിനെയും പൃഥ്വിരാജ് സുകുമാരനെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക്, എന്നിട്ട് ആ സിനിമ കാണും എന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അത് സിനിമ കണ്ടിട്ടല്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, അവർ പറഞ്ഞ കാര്യം എന്താണെന്നറിയാം? ഇതിനകത്ത് കോർ കമ്മിറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞത്, BJP അംഗങ്ങൾക്ക്, അതായത് ഇതിൻ്റെ കമ്മിറ്റി ഉണ്ടല്ലോ സെൻസറിങ്, ആ സെൻസറിങ് കമ്മിറ്റിയിൽ BJP അംഗങ്ങൾക്ക് ഇതിൻ്റെ കണ്ടൻസ് ഇതിൻ്റെ ഉള്ളടക്കം വിലയിരുത്തുന്നതിൽ വീഴ്ച പറ്റി എന്നാണ് അവർ പരാജയപ്പെട്ടത്. അപ്പോൾ അതിനുവേണ്ടിയാണ് BJP ആളുകളെ അതിൽ കൊണ്ടുവച്ചേക്കുന്നത്. അതായത് BJPയുടെ കാര്യമാണെങ്കിൽ ഒന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബജറംഗദളിൻ്റെ കാര്യമാണെങ്കിൽ അതിലൊന്നും കൊണ്ടുവരാൻ പാടില്ല. ബാക്കിയുള്ള ആരെക്കുറിച്ച് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അതിനൊക്കെ സെൻസറിങ് കൊടുക്കാം, സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്നുള്ള കാഴ്ചപ്പാടാണോ BJPക്കുള്ളത്? അപ്പോൾ BJPയുടെ ഇവിടുത്തെ നേതാക്കൾ പറഞ്ഞു BJPയുടെ ആളുകളൊന്നും അതിൽ മെമ്പേഴ്സ് ഇല്ലെന്ന്. പിന്നെ എന്തിനാ ഈ വർത്തമാനം പറഞ്ഞത്? ഇനി അത് എന്തോന്നോ ആവട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഏതായാലും സെൻസറിങ് കഴിഞ്ഞ് അനുവാദം കൊടുത്തല്ലേ. മാത്രമല്ല, ഇതിൻ്റെ വ്യാജ പതിപ്പ് പോലും ഏതാണ്ട് ഇത് പ്രദർശനം തുടങ്ങിയ ഒരു അല്പസമയം കഴിഞ്ഞപ്പം ഈ ടെലിഗ്രാഫിലൂടെയൊക്കെ വെളിയിൽ വന്നു. കുറേ ആളുകൾ കണ്ടിട്ടുണ്ടത്. പക്ഷെ വ്യാജപ്പതിപ്പെന്നൊന്ന് പറഞ്ഞെങ്കിലും മനോരമ ഓൺലൈനിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ പറയുക, അത് വ്യാജപ്പതിപ്പായിട്ട് തോന്നുന്നില്ല. തിയേറ്ററിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു ഷൂട്ടൗട്ട് അല്ല ആ വന്നേക്കുന്നത്, ഷൂട്ടിംഗ് അല്ല വന്നേക്കുന്നത്, ഷൂട്ടിംഗ് അല്ല വന്നേക്കുന്നത്. നേരെ മറിച്ച് അത് 1080 പിക്സൽ വരുന്ന, അതായത് HD ക്വാളിറ്റിയിലുള്ള പടമായിട്ടാണ്, സിനിമയായിട്ടാണ് അത് കാണുന്നത് എന്ന് വന്നു. അത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് പറയാറുണ്ട്. അത് ആരും കാണാൻ പോകരുത്, കാരണം അത് ഒരു ഒഫൻസാണ്, കുറ്റകൃത്യമാണ്, അതിന് ലയബിലിറ്റി വരും. ആര് കണ്ടാലും അങ്ങനെ കാണാൻ പാടില്ല നിയമവിരുദ്ധമായിട്ട്. ഒന്നേ തിയേറ്ററിൽ പോയി കാണണം, അല്ലെങ്കിൽ OTT വരുമ്പോൾ കാണണം. ഏതായാലും ഞാനിത് കാണാൻ ഇത്രയും തിരക്കായതുകൊണ്ട് ഞാൻ പോയില്ല. വല്ലപ്പോഴും ഞാൻ സിനിമയ്ക്ക് പോകുന്നത്. ഏതായാലും ഇത് ഞാൻ ഇനി OTT വരുമ്പോഴേ ഞാൻ കാണുന്നുള്ളൂ. ഏതായാലും തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. OTT പോയി കാണണമെന്നുള്ളത് തന്നെ ഇനി ബാക്കി ആരെങ്കിലും ഒക്കെ കണ്ട് ഞാൻ അവരുടെ അടുത്ത് ഒപ്പീനിയൻ ചോദിച്ചിട്ടേ ഞാൻ പറയുള്ളൂ. ശ്രീ ജോമോൻ പുത്തമ്പരയ്ക്കലാണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചത് ഇതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒപ്പീനിയനാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കറിയില്ല, അത് കമ്മ്യൂണലാണെന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ അത് വലിയ കാര്യമൊന്നുമില്ല. മോഹൻലാൽ ആ സിനിമയിൽ ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് അപ്പിയർ ചെയ്യുന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എനിക്കറിയില്ല, എന്തായാലും ആയിക്കോട്ടെ. അത് കുറേ ഒപ്പീനിയനോട് എടുത്തിട്ട് വേണം OTT വരുമ്പോൾ കാണാൻ. ഇല്ലെങ്കിൽ അത് കാണേണ്ട കാര്യമേ ഇല്ലെങ്കിൽ ഞാൻ കാണത്തില്ല. ഇനി അതൊക്കെ പോയിക്കോട്ടെ. ഒരു സിനിമയായിട്ട് കണ്ടാൽ പോരെ. ഇതൊരു കഥയല്ലേ, ഇതൊരു ആർട്ട് വർക്കല്ലേ, അത് ആ രീതിയിലല്ലേ. ഫ്രീഡം ഓഫ്
എക്സ്പ്രഷൻ അതല്ലേ ഇതിനകത്തുള്ളത്. അതിന് ആ സിനിമ കാണരുത്, അത് ആ സിനിമ വർജിക്കണം, അത് ബഹിഷ്കരിക്കണം എന്നൊക്കെ പറയുന്ന സോഷ്യൽ മീഡിയകൾ എന്നൊക്കെ പറയുന്നത് എന്ത് ദോഷമാണ് ചെയ്യുന്നത്? എത്രമാത്രം പണം ചെലവാക്കിയാണ് ഇതിൻ്റെ ആളുകൾ ഈ പടം എടുത്തേക്കുന്നത്. ആ പണവും അതിനകത്തുള്ള എഫേർട്ടും നമ്മളൊന്ന് കാണണ്ടേ? ആ കലാരൂപത്തിനെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന് ഇഷ്ടപ്പെടണ്ട, അത്രയല്ലേ ഉള്ളൂ. അത് ബഹിഷ്കരിക്കണമെന്നൊക്കെ ആഹ്വാനം കൊടുക്കുന്നത് എന്താണ്? അതായത് ഈ മലയാളത്തിലെ ഒരു മഹാനടനെ, അതായത് നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ നടൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മോഹൻലാൽ, അതേപോലെ തന്നെ മറ്റൊരു വലിയ നടൻ പൃഥ്വിരാജ്, ഇവരൊക്കെ ഉള്ള സിനിമ, ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സിനിമ, അരുൺ ഗോപി കഥ എഴുതിയ സിനിമ, ഈ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത സിനിമ, ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞത് ഇതിനകത്തെ ഇത്രയും മോശമായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇതിങ്ങനൊന്നും കാണരുത്, ശരിയല്ല. ഇതിലൊക്കെ എന്താ ഇങ്ങനെയൊക്കെ ഉള്ളത്? എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? നല്ല രീതിയിൽ നേരെ പോയാൽ പോരെ. നമുക്കിതൊരു കലാരൂപമായിട്ട് കാണാം. അത് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് പോലെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ്, അതിനെ കർട്ടൈൽ ചെയ്യാനൊക്കത്തില്ല. റീസണബിൾ റെസ്ട്രിക്ഷനേ പാടുള്ളൂ. ആ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് റീസണബിൾ ആയിരിക്കണം. റീസണബിൾ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് റീസണബിൾ ആവണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. വളരെ വലിയ ആശയങ്ങളല്ലേ പറഞ്ഞേക്കുന്നത്. നമുക്ക് ആ രീതിയിൽ ഇതിനുമായിട്ട് മുമ്പോട്ട് പോകാം. ഒരു നല്ല കലാരൂപം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, അതൊന്നും ജീവിതമല്ല, കഥയാണ് എന്ന് കണ്ടാൽ മതി.